നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി നമ്മുടെ അച്ഛനമ്മക്ക് എന്നാൽ വേഗം കൊണ്ട് കൊടുത്തിട്ടോ. ഓ സപ്പോട്ട പറിക്കലാന്ന് കൂട്ടിനത് 1-2 പക്ഷി കൊത്തി തന്നിന്. അത് 4 കിട്ടീന്. മീൻ കിട്ടിട്ട് കയ്യും വീശിട്ടാണല്ലോ വരുന്നേ. മീനില്ല കേട്ടാ, മീൻകാരൻ പോയി. അല്ല നീ ആ തടുപ്പിലെ പറിച്ചിട്ട് നീ അതിന് കംപ്ലീറ്റ് കറിയാവൂലേ? നിങ്ങൾക്ക് എപ്പോഴൊരു കുറ്റം കണ്ടുപിടിക്കാനുണ്ടാവല്ലോ. ഇതെന്താ കഴുകിയാ പോവില്ലേ? മീനും കിട്ടിട്ട. ഞാൻ 2 താന്തോളെ തെരിയട്ട് പുളിങ്കറിയായിട്ട് വെക്കാവോ. മീനും കാത്തിട്ട് സമയം പോയി. ഞാനൊക്കെ ഇന്ന് പൊണ്ണൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്നാ കറി വെക്കുന്നമ്മപ്പാ? ഒരു മീൻ കറിയായിട്ട് വെക്കുന്നുണ്ടാവൂലേ? ധാരാളം മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടാവും. ഇന്നലെ കൊണ്ടുവച്ച മീനില്ല ജാനകി, അതന്നെ വേണ്ടത്. എനക്കടിച്ചൊരു കറിയാക്കാനൊന്നും കഴിയില്ല. നീ അപ്പുറം കൊണ്ട് കൊടുത്ത പെണ്ണാക്കി കൊടു. എന്നാ പിന്നെ അപ്പുറം കൊണ്ട് കൊടുക്കാം മീൻ. നമ്മക്ക് ഈ തമരയില വറുത്തപ്പ കുറച്ചപ്പുറം കൊടുക്കാം. അല്ല പോളാ, എനിക്ക് പോണെങ്കിൽ എന്നോടാ. എന്റെ അച്ഛനിപ്പൊ അങ്ങോട്ട് വരാൻ ചെയ്യേന്ന്. ഇന്നലെ വാങ്ങിയ മീനുണ്ട്, നീ അങ്ങോട്ട് എടുത്തോ. ഇങ്ങനെ അന്ന് എടുത്തു കൊടുക്കണാ. ഇന്നലെ വാങ്ങിയ മീൻ കറിയാക്കിട്ടാമേ. ഞാൻ കറിയൊന്നും ആക്കിയില്ല, എനിക്ക് വേറെ കൊടുക്കലാണ് മക്കൾ. എന്നാ പോളാ മീൻ അയിലാന്നേ. താന്തോളൊന്നും അറിയാൻ കഴിയില്ല, സമയമില്ല. ഞാൻ വേഗം ആക്കിട്ടാലേ. അപ്പൊ തറവാട്ടിൽ നിന്ന് കൊടുത്ത അയില നല്ല വൃത്തി ചെയ്താ ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ചീനി കേട്ടാ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ചേർക്കുന്ന പ്രധാന ചേരുവ നമ്മൾ കുരുമുളകാണ്. വേവിച്ച് വെച്ച കുരുമുളക് നല്ല ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരക്കാൻ നല്ലതാണ്. ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചാൽ തിളപ്പിച്ച വെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന മറ്റു ചേരുവകൾ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ സവാള, കറിവേപ്പില, ഒരു 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത് ആദ്യം അരക്കട്ടോ കേട്ടോ. നമ്മളെ കുരുമുളക് അരച്ചെടുത്തോ. അല്ലാതെ മീൻ കിട്ടാതെ ഭയങ്കര വിഷമിച്ചതാണ്. അപ്പോൾ തറവാട്ട് പോയാലും മീനായിരുന്നു ഓർത്തത്. ഇന്നലെ വാങ്ങിയ മീനാണ്. അമ്മക്ക് കഴിയാതെ കൊണ്ട് വെച്ചിട്ടാ. ഏർത്തി ഇന്നലെ ഉണ്ടായിട്ടില്ല അല്ലേ, അതാണ് ഇവിടെ ഭാഗ്യം. അപ്പം നമ്മുടെ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവ അല്ലേ, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് സവാള, നമ്മുടെ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. വഴറ്റിയെടുക്കുക. അടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒരു 2-3 പച്ചമുളക്. പൊടികളുടെ ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വേറെ പൊടികളൊന്നുമില്ല കാര്യമായിട്ട്. വേറെ പൊടികളില്ല. വേറെ നമ്മുടെ കുരുമുളക് അരച്ചതും കൂടി ഇട്ടു. ഇനി നമ്മുടെ കുരുമുളക് അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ വെള്ളം കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയെ, നല്ല പഴുത്ത തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. ആ മസാല കറിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ പോകും. ഈ പാകത്തിന് ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം കുറച്ച് വെറ്റിച്ചാക്കന്നെ. ഇനി നമ്മൾ മസാല ഒന്ന് തിളക്കട്ടെ.
അപ്പോൾ നമ്മുടെ മസാല നല്ല വൃത്തി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അയില ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയില മസാലയിൽ മുങ്ങിക്കിടക്കട്ടെ. സൈഡപ്പുറം. ഓക്കെ, അപ്പോൾ മസാല കിടന്നിട്ട് വേവിട്ടില്ല. മസാല മീൻ്റെ ഉള്ളിലേക്ക് നല്ല ഒട്ടി കയറട്ടെ. അപ്പം എന്തായി നോക്കട്ടെ, കുറച്ച് സമയമായി. ഓക്കെ, അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ടേ, ലാസ്റ്റ് ഘട്ടം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ കുരുമുളക് ചേർത്ത നമ്മുടെ അയില മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് അടുപ്പിൽ ചെറിയ തീയിലൊന്ന് നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ കുറേ കൂടെ ഒന്ന് ചാറിലൊന്ന് വറ്റി കുറുകി വരും. അപ്പോൾ ഞാൻ ഒന്ന് കുളിക്കട്ടെ. അത്രയല്ലോ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ചോറ് കഴിക്കണം, എന്നിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ചോറ് കഴിക്കാം. അപ്പോൾ ചോറ് ഇല്ലാതിയുടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തമരത്തോരൻ അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഉണ്ടാക്കിയ തമരത്തോരനുണ്ട്, തമര വറവ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി നമ്മുടെ മീൻ കുരുമുളക് ഇട്ടത് അയില, ഒരു കഷ്ണവും കുറച്ച് ചാറും. ആദ്യം കുറച്ചിൻ്റെ നല്ല ചൂടുണ്ട് കേട്ടോ. ചാറ് നല്ല ചാറില്ല, കുറച്ച് വെച്ചിട്ടാക്കിയിരുന്നു. നല്ല ചൂടാണ്. നല്ല കുരുമുളകിൻ്റെ എരി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ തമര വറവ്. തമര വറവെല്ലാം കിട്ടാതെ സാധനമല്ലേ. നമുക്കെന്തോ കുറേ ദിവസം തമര കിട്ടുന്നുണ്ട്. തറവാട്ടിൽ കുറേ ദിവസം തമരയുണ്ട് കേട്ടോ. നട്ടേന്നല്ല, തന്നാലെ ഇങ്ങനെ മുളച്ചു വന്നതാണ്. അതുകൊണ്ട് കൊല്ലത്ത് കുറേ ദിവസം ഇങ്ങനെ തമരയില കൂട്ടാം. കൃഷ്ണ അതിൽ കൊണ്ടനാട് വെക്കണം. നല്ല കറിയാണ്. പെട്ടെന്നുണ്ടാക്കുന്ന കറിയല്ലേ. എന്നാൽ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. ഓക്കെ, എനക്ക് കറി മതി. നിങ്ങൾക്കൊന്നല്ലേ അച്ഛനമ്മക്കാണ്. എന്നാൽ വേഗം കൊണ്ട് കൊടുത്തിട്ടോ.